ഇവനിത് എന്ത് ഭാവിച്ചാണോ എന്തോ മോട്ടിവേറ്റ് ചെയ്ത് എന്നെ പലപ്പോഴും കുഴിയിൽ ചടിക്കുന്ന മെയിനാണ് കേട്ടോ എൻ്റെ കെട്ടിയവൻ. നമ്മളിന്ന് ന്യൂ ഇയർ ആഘോഷിക്കാൻ വന്നിരിക്കുകയാണ്. നമ്മൾ ഗ്ലോബൽ വില്ലേജിലാണ് കേട്ടോ വന്നത്. അപ്പോൾ ഒരുപാട് ആളുകളുണ്ടായിരുന്നേ. നമ്മളൊരു 4:30 കഴിഞ്ഞപ്പോഴത്തേക്ക് ചെന്നു. അപ്പോൾ മുതൽ നന്നായിട്ട് ആളുകൾ വരുന്നുണ്ടായിരുന്നു. ഭയങ്കര ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈഫിൽ ടവറൊക്കെ നമ്മൾ കണ്ടു. തീരെ ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ട് പോലും ആളുകൾ വരുന്നുണ്ടായിരുന്നു കേട്ടോ. കണ്ടു നിൽക്കാൻ തന്നെ പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ കുറേ സ്റ്റോറുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡിൻ്റെയും അല്ലാതെ നമ്മൾ വീട്ടിൽ വയ്ക്കുന്ന സാധനങ്ങൾ, അല്ലാതെ പിന്നെ കൊറിയൻ അങ്ങനെ ഐറ്റംസ്, പിന്നെ കുറേ ഫുഡ് സ്റ്റോഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് ഫുഡൊക്കെ ട്രൈ ചെയ്തു. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആഹാരം കണ്ടാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് അതാണല്ലോ നമ്മുടെ ശ്രദ്ധ. പിന്നെ ഡാൻസ് പോലെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ പോയി കാണാൻ ശ്രമിച്ചു. പിന്നെ ഭയങ്കര നീളമായതുകൊണ്ട് എനിക്ക് അവിടെ നിന്നിട്ടൊന്നും കാണത്തില്ലായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ ഇത്തിരി എടുക്കാൻ നോക്കി കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മനുഷ്യനിങ്ങനെ പാർട്സ് എല്ലാം പിരിഞ്ഞിട്ട് പിന്നെ ഒന്നാകുന്നത് പോലൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഞാൻ കുറേ നേരം നോക്കി നിന്നേ. ആക്സിഡൻ്റായി ഇതുപോലെ മൊത്തത്തിൽ ചെതറിപ്പോവാന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ചിരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ സത്യത്തിൽ പേടിയൊക്കെ തോന്നി കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പല സ്റ്റോർ അവിടെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ പോയി. പിന്നെ നമ്മൾ കുറേ കൺട്രീസ് അവിടെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ കയറി കേട്ടോ. ഇന്ത്യ, ഖത്തർ, പിന്നെ കൊറിയൻ ഡ്രാമ, അതിൻ്റെ കുറേ കാര്യങ്ങൾ, പിന്നെ സ്കിൻ കെയർ ഐറ്റംസ് അങ്ങനെയൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മുടി വളരാനുള്ളതെന്നും പറഞ്ഞ് കുറേ മുടിയായിട്ടൊക്കെ ആൾക്കാർ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. നല്ല മുടിയുള്ള ചേച്ചിമാരെയൊക്കെ ഇരുത്തി. അങ്ങനെ നമ്മൾ കുറേയൊക്കെ നടന്ന് അങ്ങനെ കുറേ ഒരുപാട് നേരം നടന്നു കേട്ടോ. കൈയും കാലും എല്ലാം അങ്ങ് കഴിക്കുമ്പോൾ നമ്മൾ കുറേ നടന്നു. പിന്നെ കുറേ റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അകത്തൊക്കെ ആളുകൾ കയറി അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എന്നിട്ട് കിടന്ന് വിളിക്കുന്നതൊക്കെ നമ്മൾ കേട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് അവസാനം ഇനി നടക്കാൻ വയ്യാന്ന അവസ്ഥയായി. പിന്നെ നമ്മൾ കുറേ ലൈറ്റൊക്കെ വരുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു കേട്ടോ. വെടിക്കെട്ടും കാര്യങ്ങളും അങ്ങനെ വരുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. പിന്നെ നമ്മൾ വലിയൊരു പരുന്തിനെ പോലൊരു സംഭവം കണ്ടു കേട്ടോ. പിന്നെ നമ്മൾ കുറേ കൺട്രീസിലൊക്കെ കയറി. അവിടെ മെയിനായിട്ടും ഫുഡ്, അല്ലാതെ പിന്നെ ഡ്രസ്സസ്, പിന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ. മെയിനായിട്ടും നമ്മുടെ ഇന്ത്യയിൽ കുറേ ഗേൾസിൻ്റെ കുറേ കാര്യങ്ങളായിരുന്നു. ഡ്രസ്സസ്, പിന്നെ വള, കമ്മൽ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആയിരുന്നു കേട്ടോ. ഇതാ ഞാൻ പറഞ്ഞ കേട്ടോ. നല്ല മുടിയുള്ളൊരു ചേച്ചിയെ കൊണ്ടിരുത്തിയിട്ട് മറ്റേ മുടി വളരുന്ന സംഭവം മരുന്നവർ വിറ്റുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ കുറേ ലൈറ്റ് അതൊക്കെ കണ്ടു. നല്ല രസമായിരുന്നു ശരിക്കും.